നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അനധികൃത തട്ടുകടകൾക്കും മത്സ്യസ്റ്റാളുകൾക്കുമെതിരെ കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ തുടങ്ങി. പള്ളിക്കുന്ന് സോണൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ 7 മുതൽ പരിശോധന ആരംഭിച്ചത്. പള്ളിക്കുന്ന്, മണൽ, ചാലാട്, കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപം എന്നിവിടങ്ങളിലാണ് വ്യാപകമായ പരിശോധന നടന്നത്. മണൽ പ്രദേശത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന 3 മത്സ്യസ്റ്റാളുകൾ നീക്കം ചെയ്തു. മണൽ പ്രദേശത്ത് മത്സ്യം വിൽക്കുന്നവർ മലിനജലം ഓടയിലേക്ക് ഒഴുക്കുന്നതായി പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ വന്നിരുന്നു. കൂടാതെ ആളുകളുടെ കാൽനട യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് മത്സ്യവിൽപ്പന നടന്നിരുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്റ്റാളുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്തത്. കൂടാതെ ചില വർക്ക്ഷോപ്പുകൾ അടിസ്ഥാന സൗകര്യമില്ലാതെ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ അറ്റകുറ്റപ്പണിക്കു ശേഷം റോഡരികിൽ നിർത്തിയിട്ട് പൊതുജനങ്ങൾക്ക് യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചാലാട് ജയന്തി റോഡിലെ വർക്ക്ഷോപ്പിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപം വ്യാപകമായ രീതിയിൽ സ്റ്റാളുകളിട്ട് അനധികൃത കച്ചവടം നടത്തുന്നതായും പരാതി വന്നു. തടവുകാർക്ക് കഞ്ചാവ് ഉൾപ്പെടെ ഇവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നും ജയിൽ സൂപ്രണ്ട് കോർപ്പറേഷന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തിലെ അനധികൃത കടകളും ഒഴിപ്പിച്ചു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KV ജിതേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ C ഹംസ, ജയമോഹൻ എന്നിവർ നേതൃത്വം നൽകി.